ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയെങ്കിലും കോഴിക്കോട് ജില്ലയിൽ ദിനംപ്രതി മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം കൂടുകയാണ്. ഈ മാസം മാത്രം രോഗം ബാധിച്ചവരുടെ എണ്ണം 80 കടന്നു. സ്വകാര്യ ആശുപത്രികളിലും നിരവധി പേരാണ് ചികിത്സ തേടുന്നത്. ജലസ്രോതസ്സുകളുടെ സാമ്പിൾ പരിശോധന നടക്കുന്നുണ്ടെങ്കിലും ജില്ലയിൽ പലയിടത്തും രോഗം ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ആരോഗ്യവകുപ്പിലെ തന്നെ വിവിധ വിഭാഗങ്ങൾ ചേർന്ന് തട്ടുതട്ടായാണ് ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ആശാവർക്കർമാരെയടക്കം ഉൾപ്പെടുത്തിയാണ് ഏറ്റവും താഴെത്തട്ടിൽ വരെയുള്ള ഏകോപനം. തദ്ദേശ സ്ഥാപനങ്ങൾ, ഹെൽത്ത് സെന്ററുകൾ എന്നിവയുമായി ചേർന്ന് വ്യാപകമായ ബോധവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജലസ്രോതസ്സുകളുടെ പരിശോധന, പോസ്റ്ററുകൾ, വീഡിയോകൾ എന്നിവ ഉപയോഗിച്ചുള്ള ബോധവൽക്കരണം, സ്ഥലത്തെ വീടുകളിൽ സന്ദർശനം നടത്തിയുള്ള ബോധവൽക്കരണം, ജനങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ, ഹോട്ടലുകളിലും ജ്യൂസ് കടകളിലും ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ പരിശോധന എന്നിവയെല്ലാം നടത്തിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ ജല അതോറിറ്റിയും പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ജില്ലയിൽ ഒരു വശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെങ്കിലും മറുവശത്ത് മഞ്ഞപ്പിത്തം കൂടുതൽ പിടിമുറുക്കുകയാണ്. ഒരു ദിവസം തന്നെ 15 പേർക്ക് വരെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ഈ മാസം ഇതുവരെ 80-ലധികം പേർക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞു. കൂടുതൽ പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെങ്കിലും വൃത്തിയില്ലാത്ത സാഹചര്യത്തിലുള്ള ഭക്ഷണവും വെള്ളവും ഒഴിവാക്കാൻ ജനങ്ങൾ കൂടി മനസ്സുവെച്ചാലേ മഞ്ഞപ്പിത്തത്തെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിയൂ എന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.